ഈ രാജ്യത്ത് വളരെ ദുർബലനായ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ കഴിവില്ലാത്ത പ്രധാനമന്ത്രി, ഒരു കാശിനും കൊള്ളാത്ത പ്രധാനമന്ത്രി എന്നൊക്കെ എല്ലാ മപ്രകളും പിന്നെ പെയ്ഡ് ന്യൂസുകളും, പിന്നെ ഈയിടെ കരഞ്ഞ ഒരു കള്ളനുണ്ടല്ലോ കെജ്രിവാൾ, കള്ളക്കരച്ചിൽ കരഞ്ഞത്, ജയിലിൽ കിടന്നിട്ടിറങ്ങി പൊട്ടി 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 കരഞ്ഞില്ലേ, അദ്ദേഹം കരയുന്നത് കണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയും പിന്നെ പലരും ഒക്കെ സങ്കടപ്പെട്ടില്ലേ, ഒരു മുഖ്യമന്ത്രി കരയുന്നോന്ന്. ആ കള്ളൻ ഉൾപ്പെടെ പറഞ്ഞ് നാറ്റിച്ച ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം അമേരിക്കയിൽ പോയി പണ്ടൊരു പ്രസംഗം നടത്തി. അമേരിക്കയിൽ ചെന്ന് അമേരിക്കക്കാരോട് പറഞ്ഞു ഒരു കാര്യം. ദേ ഇതൊന്ന് കേട്ടു നോക്കൂ. Some of our future speakers. As far as the invasion of Iraq is concerned, it was our sincere view that it was a mistake. അമേരിക്കയിൽ ചെന്ന് അമേരിക്കയിലെ പത്രക്കാർ അമേരിക്കയുടെ ഇറാഖ് അധിനിവേശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ അണുബോംബുണ്ടെന്നോ ആറ്റം ബോംബുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ മൂടി നാക്ക് വിഴുങ്ങിയിരുന്നതല്ല ഒരു പ്രധാനമന്ത്രി ചെയ്തത്. മറിച്ച് അവിടെ വെച്ച് പറഞ്ഞു, ഞങ്ങളുടെ നിഷ്കളങ്കമായ അഭിപ്രായം ഇത് ഒരു മിസ്റ്റേക്കായിരുന്നു, ഒരു ശരിയല്ലായ്മയായിരുന്നു, ഒരു തെറ്റായിരുന്നു ചെയ്തത് എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പറഞ്ഞത്. തീർന്നില്ല, ദേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഇപ്പോൾ ഇറാനെ ആക്രമിക്കുമ്പോൾ സന്തോഷിക്കുന്ന സംഖ്യകൾ കിട്ടുതരാം. ഇറാൻ കണ്ടംസ് ടെററിസ്റ്റ് അറ്റാക്ക് ഇൻ ഇന്ത്യ. Iran spokesperson for the Ministry of Foreign Affairs strongly condemned the terrorist attack in the city of Pahalgam, India, which resulted in the death and injury of number of Indian nationals as well as citizens of other countries. Ismail Bakai described this heinous act as a grave crime in flagrant violation of all international legal humanitarian norms. He expressed heartfelt sympathy with the families of the victim, while extending the condolences to the government and people of India, വിഷിങ് എ സ്വിഫ്റ്റ് റിക്കവറി ഫോർ ദ ഇഞ്ചേർഡ്. ഇറാൻ്റെ ഔദ്യോഗിക വക്താവ്, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക വക്താവ് പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തെ അങ്ങേയറ്റം അപലപിക്കുന്നു. അതിലൂടെ ഇന്ത്യക്കാരും വിദേശികളുമായ മനുഷ്യർക്കുണ്ടായ അപകടത്തിലും മരണത്തിലും കടുത്ത നടുക്കവും പ്രതിഷേധവും രേഖപ്പെടുത്തുന്നു. ഇത് ഒരു ഹീനമായ കുറ്റകൃത്യമാണ് എന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര നിയമങ്ങളുടെ ക്രൂരമായ ലംഘനമാണ്, മനുഷ്യത്വത്തിൻ്റെ നീതിയുടെ ലംഘനമാണ്. ഈ അപകടത്തിൽ പറ്റിയ കുടുംബങ്ങളോട് ആത്മാർത്ഥമായ അഗാധമായ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവരുടെ ദുഃഖത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്നു. ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും വളരെ വേഗം ഇത് പരിഹരിച്ച് മുന്നേറാനാകട്ടെ എന്ന് വിചാരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ തർക്കമന്യേ ഈ തരത്തിലുള്ള എല്ലാ ടെററിസത്തെയും എല്ലാ ഭീകരാക്രമണങ്ങളെയും അപലപിക്കുന്നു. എന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലും പ്രാദേശിക തലത്തിലും ബന്ധങ്ങളുണ്ടാക്കി തീവ്രവാദ പ്രവർത്തനങ്ങളെ ചെറുക്കാനുള്ള എല്ലാ കൂട്ടായ്മകൾക്കും പിന്തുണ നൽകുന്നു എന്നും ഇതിന് കാരണക്കാരായവരെ ശിക്ഷിക്കണമെന്നും ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു. ഇത് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയം പഹൽഗാമിലുണ്ടായ ദുരന്തത്തിൽ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. മറുവശത്ത് നിൽക്കുന്നത് പാകിസ്ഥാനാണെന്നും അല്ലെങ്കിൽ അത് ജിഹാദികളുടേതാണെന്നും അത് ഭീകരവാദികളുടേതാണെന്നും തീരുമാനിച്ച രാജ്യമല്ല ഇറാൻ. എല്ലാ കാലത്തും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ശക്തിയായിരുന്നു പശ്ചിമേഷ്യയിൽ ഉണ്ടായിരുന്ന ഇറാൻ. ആ ഇറാൻ്റെ ഈ പരമോന്നത നേതാവിനെ വധിച്ച സംഭവത്തിലും ആക്രമിച്ച സംഭവത്തിലുമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത്. അവിടെയാണ് നിശബ്ദത, നിഷ്പക്ഷതയല്ല, അത് കൃത്യമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള നിലപാടാണെന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അതേ രീതിയിൽ തന്നെ വേണം ഈ ഇന്ത്യൻ തീരത്ത് നിന്ന് പോയ കപ്പൽ ആക്രമിച്ചപ്പോഴും നാം പുലർത്തുന്ന നിശബ്ദത.